ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യന് ദൈവം നൽകിയ വരദാനങ്ങളിൽ ഏറ്റവും സമുന്നത ദാനമാണ് അമ്മ. കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ സ്നേഹവിരുന്ന് ഒരുക്കിയവരും കുടുംബത്തിനു വേണ്ടി ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ചവരും രാപ്പകൽ രോഗക്കിടക്കയ്ക്ക് അരികിലിരുന്ന് ശുശ്രൂഷിച്ചവരും കുടുംബത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഹൃദയമുരുകി കരഞ്ഞവരുമായ അമ്മമാർക്ക് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ദൈവം എഴുതുന്ന സമുന്നത നാമമാണ് നല്ല മകൾ. ദൈവസ്നേഹത്തിൻ്റെ സ്പന്ദനമാണ് അമ്മ. സ്നേഹം വിളമ്പിയ അമ്മയുടെ കരങ്ങളും ആശ്വസിപ്പിച്ച വാക്കുകളും അമ്മയുടെ രഹസ്യ ദുഃഖങ്ങളും കുഞ്ഞുകിളിയായിരുന്നപ്പോൾ ഉള്ളം പങ്കിട്ട് അമ്മക്കിളിയായി കൈകളിൽ താരാട്ട് പാടി ഉറക്കിയതുമൊക്കെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലെ പുണ്യം പൂക്കുന്ന പാവന സ്മരണകളാണ്. ഞാൻ സുരക്ഷിതമായി ഉറങ്ങിയപ്പോഴും അമ്മ ഉറങ്ങാതിരുന്നിട്ടുണ്ടാകാം. എൻ്റെ വഴിതെറ്റിയ ചുവടുവയ്പ്പുകളിൽ പ്രാർത്ഥനയോടെ അമ്മ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടാകാം. അമ്മയുടെ രഹസ്യ സഹനങ്ങളുടെ വഴികൾ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമാണ്. അതൊക്കെ ദൈവം മാത്രം അറിയുന്ന സഹന സത്യങ്ങളാണ്. അമ്മയുടെ സ്നേഹകരങ്ങളിലിരുന്ന് കൺനിറയെ കണ്ട ആരാധനകളാണ് എൻ്റെ ദൈവസങ്കല്പത്തിന് അടിസ്ഥാനമിട്ടത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. മടിയിലിരുത്തി അമ്മ വായിച്ച ജീവന്റെ വചനങ്ങളും പാടിയ സ്തോത്രഗാനങ്ങളും എൻ്റെ മേൽ വരച്ച കുരിശിൻ്റെ വിശുദ്ധ ചിഹ്നവുമൊക്കെ എൻ്റെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ ക്രിസ്തുപാതയിൽ വെളിച്ചം വിതറി. അതിന്നും ശുഭയാത്രയായി തുടരുന്നത് അമ്മയുടെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അമ്മയുടെ ജീവിതത്തിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ചതുപോലെ ഹൃദയഹാരിയായ ഒരു സുവിശേഷവും ഇതുവരെ കേട്ടിട്ടില്ല. ക്ഷമയുടെയും മാപ്പ് കൊടുക്കുന്നതിൻ്റെയും സുവിശേഷം, സഹിഷ്ണുതയുടെ സുവിശേഷം, ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ സുവിശേഷം. അങ്ങനെ തിരുവചനത്തിൻ്റെ വിസ്മയ ആവിഷ്കാരമായിരുന്നു അമ്മയുടെ ജീവിതം. മക്കൾക്ക് വേണ്ടി അമ്മമാർ കർത്തൃസന്നിധിയിൽ മുട്ടുമടക്കിയതുകൊണ്ടാണ് അനേകം മക്കൾ ഇന്ന് ജീവിത പ്രതിസന്ധികളിൽ കാലുറപ്പിച്ച് നിൽക്കുന്നത്. എത്ര പറഞ്ഞാലും പൂർത്തിയാകാത്തതാണ് അമ്മയുടെ സഹനങ്ങളുടെ ലിസ്റ്റ്. അനാദരവ്, ഏകാന്തത, രോഗപ്രതിസന്ധികൾ, വൈകാരിക മുറിവുകൾ, അടിമത്വവും അടിച്ചമർത്തലും, അങ്ങനെ തെല്ലും പരിഭവമില്ലാതെ അമ്മ ചുമന്ന ജീവിത ഭാരങ്ങൾ
അനവധിയാണ്. എന്നിട്ടും മുഖപ്രസന്നതയോടെ കുടുംബാംഗങ്ങൾക്ക് അമ്മ ഹൃദയം നിറയെ സ്നേഹം വിളമ്പി. മാതൃത്വം വെറും ജീവശാസ്ത്രമല്ല, അത് ധന്യമായ മിനിസ്ട്രിയാണ്, ത്യാഗ ശുശ്രൂഷയാണ്, ദൈവത്തിൻ്റെ വിശിഷ്ട നിയോഗമാണ്. ഇന്ന് അമ്മയുടെ കിടക്ക ശൂന്യമാണ്. അമ്മയുടെ സ്വരം ഒരു ഓർമ്മയായി തീർന്നു. അമ്മയുടെ കൈപുണ്യത്തിൻ്റെ രുചി ഇനി ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. തൊട്ട് തലോടി അനുഗ്രഹിച്ച അമ്മയുടെ ഊഷ്മള കരങ്ങൾ നിത്യതയിൽ നിത്യവിശ്രമത്തിലാണ്. ഞങ്ങളെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും സ്നേഹപൂർവം തിരുത്തുവാനും കണ്ണുനീരിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുവാനും ഒരമ്മയെ തന്നതിനായി ദൈവമേ സ്തോത്രം. അമ്മയ്ക്കൊരിക്കലും മക്കളെ വിട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമ്മയുടെ പ്രാർത്ഥനയുടെ പ്രതിധ്വനി അന്തരംഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മയോട് കാണിച്ച അനാദരവിനെ ഓർത്ത് മക്കളുടെ ഹൃദയം വിങ്ങുന്നത്. അമ്മയുടെ സ്നേഹം സെമിത്തേരിയിൽ അവസാനിക്കുന്നില്ല. അമ്മമാർ മരിച്ചു പോവുകയല്ല, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതൊരു താൽക്കാലിക യാത്ര പറയൽ മാത്രമാണ്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നമ്മുടെ ജീവിതയാത്ര അവസാനിച്ച് വിണ്ണിലെ വീട്ടിൽ എത്തിച്ചേരുമ്പോൾ വിശ്വാസം നേർക്കാഴ്ചയായി മാറും. അന്ന് കൃപാസനത്തിൽ വച്ച് അമ്മയുമായി ഒരു സ്നേഹ സമാഗമം ഉണ്ടാകും. മഹത്വീകരിക്കപ്പെട്ട കണ്ണുകളും അനശ്വര പുഞ്ചിരിയുമായി കർത്താവിൻ്റെ മണവാട്ടിയായി നിൽക്കുന്ന അമ്മയെ അന്ന് വീണ്ടും മുഖാമുഖം കാണും. സന്തോഷത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ആത്മഹർഷത്തിൻ്റെയും കൃതജ്ഞതയുടെയുമൊക്കെ സമ്മിശ്ര വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ തിങ്ങി വിങ്ങുന്ന മക്കളോട് അമ്മ പറയും, എൻ്റെ കുഞ്ഞെ, നിന്നെ ഒന്ന് കാണാൻ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് സ്വർഗം കിട്ടിയതിൻ്റെ സന്തോഷം പൂർത്തിയായത്. നമ്മുടെ ഇപ്പോഴത്തെ സഹന ജീവിതത്തിൽ ചുവടുവെച്ച് മുന്നേറുവാൻ സഹായിക്കുന്നത് ഇതുപോലുള്ള പ്രത്യാശയും ശുഭപ്രതീക്ഷകളുമൊക്കെയാണ്.
ഇപ്പോൾ മാതൃനിയോഗത്തിലായിരിക്കുന്ന പ്രിയ അമ്മമാരെ, നിങ്ങളുടെ ത്യാഗപൂർണമായ മാതൃത്വ സമർപ്പണം സ്വർഗസ്ഥ പിതാവ് ആദരപൂർവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉറങ്ങാത്ത രാത്രികൾ, മനോഭാരത്തിൻ്റെ ഭാരച്ചുമടുകൾ, സൈലന്റ് ടീയേഴ്സ്, നിഷ്കളങ്ക സ്നേഹം പങ്കുവയ്ക്കുന്ന ഹൃദയം, എല്ലാം ദൈവം അനുകമ്പയോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടികർമ്മത്തിൽ തന്നോടൊപ്പം പങ്കുചേർന്ന അമ്മമാർ ദൈവത്തിൻ്റെ അഭിമാനഭാജനങ്ങളാണ്. അമ്മയോടുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ ചരമപ്രസംഗ സമയം വരെയും നഷ്ടമറിയാൻ നഷ്ടപ്പെടുന്നതുവരെയും കാത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയ്ക്ക് കേൾക്കാൻ കഴിയുമ്പോൾ ആദരവിൻ്റെ വാക്കുകൾ പറയാം. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ സഹനയാത്രയുടെ ദിനവൃത്താന്തങ്ങൾ ക്ഷമയോടെ കേൾക്കാം. ഒരിക്കൽ നമ്മെ പിടിച്ചു നടത്തിയ കരങ്ങളിൽ ജീവിത സായാഹ്ന സഹനയാത്രയിൽ നമുക്ക് മുറുകെ പിടിക്കാം. സ്നേഹാദരവുകൾ സമർപ്പിക്കുവാനുള്ള അവസാന സമയങ്ങളാണ് അമ്മയുടെ ജീവിത സായാഹ്നം. വാർദ്ധക്യത്തിൽ അമ്മയുടെ കരങ്ങൾ ദുർബലമാകും. മുടി ശോഭയുള്ള കിരീടമാകും. കാലുകൾ ഇടറും. ഓർമ്മയുടെ ഫയലുകൾ മങ്ങിപ്പോകും. പക്ഷേ മക്കളുടെ ഹൃദയത്തിൽ അമ്മ ചാലിച്ചു ചേർത്ത വിസ്മയ സ്നേഹം കാലത്തെ അതിജീവിച്ച് പ്രഭാപൂർണമായി എന്നുമെന്നും വിളങ്ങി നിൽക്കും. അമ്മയുടെ സ്നേഹത്തിന് മരണമില്ല. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.